2012 ഡൽഹി നിർഭയ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ ദയാൻ കൃഷ്ണനെ ആരും മറക്കാനിടയില്ല. ഇപ്പോഴിതാ തഹാവൂർ റാണയെ തിരിച്ചെത്തിക്കാൻ US കോടതിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തതും അദ്ദേഹം തന്നെ. NIയുടെ നിയമപോരാട്ടത്തെ വിജയത്തിലേക്ക് എത്തിച്ചതും അദ്ദേഹമായിരുന്നു. 150 വർഷമായി NI സംഘത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ഊട്ടി സ്വദേശിയായ ദയാൻ കൃഷ്ണൻ NIക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പലതവണ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത അഭിഭാഷകൻ കൂടിയാണ്. മുംബൈ 26/11 ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്യാൻ പോയ സംഘത്തിലും ദയാൻ അംഗമായിരുന്നു. 2014 തഹാവൂർ റാണയുടെ കേസിൽ ദയാനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കുന്നത്. 2001 പാർലമെന്റ് ആക്രമണ കേസ്, കാവേരി നദീജല തർക്കം, കോമൺവെൽത്ത് അഴിമതി കേസ് തുടങ്ങി ശ്രദ്ധേയമായ കേസുകളിലും ദയാൻ വാദിച്ചു. ബംഗളൂരുവിലെ നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യയുടെ യൂണിവേഴ്സിറ്റിയിൽ ആദ്യ ബാച്ചുകാരനായ ദയാൻ 1999 പ്രാക്ടീസ് ആരംഭിച്ചത്. പിന്നീട് 2014 ഡൽഹി ഹൈക്കോടതിയിൽ സീനിയർ അഭിഭാഷകനായി നിയമിതനായി. അതേസമയം ചോദ്യം ചെയ്യലിൽ നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തി മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ തഹാവൂർ ഹുസൈൻ റാണ. US-ൽ നിന്ന് വ്യാഴാഴ്ച എത്തിച്ച റാണയെ ദേശീയ അന്വേഷണ ഏജൻസി ആസ്ഥാനത്ത് പ്രത്യേക സെല്ലിൽ പാർപ്പിച്ചാണ് ചോദ്യം ചെയ്യുന്നത്. പാകിസ്ഥാൻ സൈനിക യൂണിഫോമിനോട് കടുത്ത ആരാധനയുള്ള റാണ കടുത്ത ഇന്ത്യ വിരുദ്ധതയും ചോദ്യം ചെയ്യലിൽ പ്രകടിപ്പിച്ചു. സാജിദ്, മേജർ ഇക്ബാൽ തുടങ്ങിയ ഭീകരരെ സന്ദർശിക്കുമ്പോൾ സൈനിക യൂണിഫോമാണ് റാണ ധരിക്കാറുള്ളത്. വിരമിച്ചതിനു ശേഷവും പാക് ആർമിയുമായും ISIയുമായി ബന്ധമുണ്ടായിരുന്നു. ലഷ്കർ-ഇ-തോയ്ബ, ഹർക്കത്ത് ഉൽ ജിഹാദ് അൽ ഇസ്ലാമി എന്നിവയുടെ ക്യാമ്പുകളും പതിവായി സന്ദർശിച്ചിരുന്നു. പിതാവ് റാണ വാലി മുഹമ്മദ് സ്കൂൾ പ്രിൻസിപ്പൽ ആയിരുന്നുവെന്ന ചോദ്യം ചെയ്യലിൽ റാണ വെളിപ്പെടുത്തി. 2 സഹോദരന്മാരിൽ ഒരാൾ പാക് സൈന്യത്തിൽ സൈക്യാട്രിസ്റ്റായി പ്രവർത്തിക്കുന്നു, മറ്റൊരാൾ മാധ്യമപ്രവർത്തകനും. റാണയുടെ ഭാര്യ ഡോക്ടറാണ്. അതേസമയം ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചന, മുഖ്യ ആസൂത്രകനായ കോൾമാൻ ഹെഡ്ലിയുടെ ഇന്ത്യൻ ബന്ധങ്ങൾ, ലഷ്കർ-ഇ-തോയ്ബ, പാകിസ്ഥാൻ ചാരസംഘടന, ISI എന്നിവയുടെ ഇടപെടൽ തുടങ്ങിയ വിഷയങ്ങളാണ് പ്രധാനമായും ആരായുന്നത്. ഡൽഹി NI ആസ്ഥാനം ഉൾപ്പെടെ സുപ്രധാന മേഖലകളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. വ്യാഴാഴ്ച വൈകിട്ട് 6:30 ഇന്ത്യയിലെത്തിച്ച റാണയെ രാത്രി വൈകി പട്യാല ഹൌസിലെ പ്രത്യേക NI കോടതിയിൽ ഹാജരാക്കിയിരുന്നു. റാണയെ പ്രത്യേക ജഡ്ജി ചന്ദേർജിത് സിംഗ് 18 ദിവസത്തേക്ക് NI കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. മുംബൈ ആക്രമണത്തിന് സമാനമായി ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ ആക്രമണത്തിന് റാണ ലക്ഷ്യമിട്ടിരുന്നതായി NI കോടതിയിൽ അറിയിച്ചു. ഹെഡ്ലിയുമായുള്ള റാണയുടെ ഇമെയിലുകളും ഹാജരാക്കി. കസ്റ്റഡിയിലെ ചോദ്യം ചെയ്യൽ അവസാനിക്കുന്നതോടെ റാണയെ തിഹാർ ജയിലിലേക്ക് മാറ്റും. ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് ഓരോ 48 മണിക്കൂറിലും റാണയെ പരിശോധനയ്ക്ക് വിധേയമാക്കും. 1961 പാകിസ്ഥാനിൽ ജനിച്ച റാണ സൈന്യത്തിൽ ഡോക്ടറായിരുന്നു. 1990കളിൽ കാനഡയിൽ കുടിയേറി പൗരത്വം സ്വീകരിച്ചു. പിന്നീട് അമേരിക്കയിലെത്തിയ റാണ പാക് അമേരിക്കൻ ഭീകരനും മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകനുമായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി ബന്ധം സ്ഥാപിച്ചു. റാണയുടെ സ്ഥാപനത്തിലെ ജോലിക്കാരൻ എന്ന വ്യാജേനയാണ് ഹെഡ്ലി ആക്രമണത്തിന് മുമ്പ് മുംബൈ സന്ദർശിച്ചത്. മുംബൈ നഗരത്തെ 60 മണിക്കൂറിലേറെ സ്തംഭിപ്പിച്ച 2008 നവംബർ 26 നടത്തിയ ഭീകരാക്രമണത്തിൽ 166 പേർ കൊല്ലപ്പെട്ടു. 10 പാക് ഭീകരരെ വധിച്ചു. കുറ്റവാളികളെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ട് 178 അപേക്ഷകളാണ് വിവിധ രാജ്യങ്ങൾക്ക് 2019 മുതൽ 2024 വരെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.